ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സറാണോ. നമ്മുടെ +2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലേ, ഓണം എക്സാമിന് ചെറിയ ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു ചാപ്റ്ററാണ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ. അത് ക്യുക്കായിട്ട് നമുക്കൊന്ന് സെറ്റാക്കി നോക്കിയാലോ. വാടാ, ഫസ്റ്റ് വൺ പഠിക്കേണ്ടത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള കോൺസെപ്റ്റാണ്. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രോബ്ലം കിട്ടി അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നതിനെ പറയുന്ന പേരാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എ ബിഗ് പ്രോബ്ലം ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്മാൾ സബ് പ്രോബ്ലം. ഈച്ച് സബ് പ്രോബ്ലം ഈസ് കോൾഡ് മൊഡ്യൂൾ എന്ന് പറയും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. അപ്പോൾ അതിൻ്റെ മെറിറ്റ്സുകൾ പഠിക്കണം. ആ 4 മെറിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. 4 മെറിറ്റ്സ് എന്തൊക്കെ? റെഡ്യൂസ് ദ പ്രോഗ്രാം സൈസ്, റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി, റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് എറർ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീയൂസബിൾ. സെറ്റ് അല്ലേ? സോ മൂവ് ചെയ്യാം. രണ്ടാമത്തെ സെക്ഷൻ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. ഫംഗ്ഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ 2 ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. പ്രീ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ച ഫംഗ്ഷൻ 21 ഫംഗ്ഷൻ ഉണ്ട്. 21 ഫംഗ്ഷനിൽ ആദ്യത്തെ ആളാണ് console.io ഫംഗ്ഷൻ. അതിൻ്റെ ഹെഡർ ഫയൽ വരുന്നത് CSTDIO ആണ്. അതിൽ 4 പാരാമീറ്റേഴ്സാണ്, 4 ഫംഗ്ഷനാണ്. ഗെറ്റ് കാർ, പുട്ട് കാർ, ഗെറ്റ്സ്, പുട്സ്. രണ്ടാമത്തെ സാധനമാണ് stream.io ഫംഗ്ഷൻ. IO സ്ട്രീമിൻ്റെ മക്കളാണ് 4 മക്കൾ: ഗെറ്റ്, പുട്ട്, ഗെറ്റ് ലൈൻ, റൈറ്റ്. മൂവ് ചെയ്യാം. മറ്റൊരു സെക്ഷൻ C സ്ട്രിങ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് SRCMPയും SRCMP-Iയും തമ്മിലുള്ള വ്യത്യാസം. എല്ലാത്തിലും SR ഉണ്ട്. SRൻ്റെ പ്രത്യേകത എന്താ? സ്ട്രിങ് ആണ്. സ്ട്രിങ് ലെങ്ത് കണ്ടെത്തുക, സ്ട്രിങ് കോപ്പി ചെയ്യുക. SR സ്കാച്ച്, കോൺകാറ്റിനേഷൻ, കൂട്ടിച്ചേർക്കലാണ്. CMPയും CMP-Iയും തമ്മിലുള്ള വ്യത്യാസം. കമ്പാരിസണും ഒന്ന് കമ്പയർ ബൈ ഇഗ്നോർ ദ കേസുമാണ്. സോ മൂവ് ചെയ്യാം. മാത്സുമായി ബന്ധപ്പെട്ടുള്ള എലമെൻറ്റ് CMath ആണ്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. 3 എലമെൻറ്റ്സ് ആണ്. ABS അബ്സല്യൂട്ട് വാല്യൂ ഫൈൻഡ് ചെയ്യാണ്. SQRT സ്ക്വയർ റൂട്ട് ആണ്. 3ാമത്തെ എലമെൻ്റ് ആണ് പവർ കാണുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് CC ടൈപ്പ്, ക്യാരക്ടർ ടൈപ്പ് ആണ്. 7 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽനം, ഈസ് അപ്പർ, ഈസ് ലോവർ, ടു അപ്പർ, ടു ലോവർ. ഇതേപോലെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഷഫിൾ ചെയ്ത് വരും. ഏതൊക്കെ എണ്ണമാണ് ചോദിക്കും. അല്ലെങ്കിൽ ഡെഫിനിഷൻ തന്നിട്ട് അതിന് സ്യൂട്ടാണ് ഹെഡർ ഫയൽ ഏതാ, അല്ലെങ്കിൽ സ്യൂട്ടാണ് ഫംഗ്ഷൻ ഏതാ, ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ. നെക്സ്റ്റ് വൺ ഈസ് സിൻടാക്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. എങ്ങനെയാണ് ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഫംഗ്ഷൻ ഉണ്ടാക്കാം? ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ എഴുതേണ്ടത് ആ ഫംഗ്ഷൻ എന്താണ് തിരിച്ച് നൽകേണ്ടത്, അതിനെ പറയുന്ന പേരാണ് ഡാറ്റ ടൈപ്പ്. ഫംഗ്ഷൻ ഒരു പേര് ഡിഫൈൻ ചെയ്യണം, ഫംഗ്ഷൻ നെയിം വേണം. ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ എന്തൊക്കെ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നോ അതിനെ പറയുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. എന്നിട്ട് എഴുതേണ്ടതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാം. അതിനെ പറഞ്ഞ പേരാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. അവിടെ തീർന്നു. മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ കൂടെ കൂടിക്കോ. വീണ്ടും ഓർമ്മപ്പെടുത്താണ് ഞങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. കൂടെ കൂടാം, സെറ്റാക്കാം. ടീം എജുപോർട്ടിൻ്റെ കൂടെ നിങ്ങളും കൂടെ ഞങ്ങളുണ്ട്. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. കൂടെ കൂടിക്കോ, സെറ്റാക്കി പഠിക്കാം, പോവാം. നെക്സ്റ്റ് വൺ ഈസ് എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ആ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനെ പറയുന്ന പേരാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയും. ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് പ്രോട്ടോടൈപ്പ് ആണ്. അത് കമ്പൈലറിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കും എബൌട്ട് ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യலாம். എന്തൊക്കെ ടൈപ്പ് ഇൻഫർമേഷനാണ്? 4 ടൈപ്പ് ഇൻഫർമേഷനാണുള്ളത്. ഒന്ന് ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കും, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, അത് വർക്ക് ചെയ്യാൻ എത്ര ആൾ വേണം എന്നുള്ളത്, അത് ഏത് ടൈപ്പാന്നുള്ള ഇൻഫർമേഷൻ തിരിച്ച് നൽകുന്ന ടൈപ്പ് റിട്ടേൺ ടൈപ്പ്, നെയിം ഓഫ് ദ ഫംഗ്ഷൻ. രണ്ടാമത്തത് റിട്ടേൺ ടൈപ്പ്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സും ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സും. ഇങ്ങനെ 4 ഇൻഫർമേഷൻ ഉണ്ടാവും. നോക്ക്. ഡാറ്റ ടൈപ്പ്, ഒരു ഫംഗ്ഷൻ്റെ പേര് എഴുതാം, ആർഗ്യുമെൻറ്റ്. എക്സാമ്പിൾ നോക്ക്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തരും. ഒരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എഴുതാൻ ചോദ്യം വന്നാൽ റിസീവ് 2 ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ പേര് എഴുതാനാണ് ചോദിച്ച്, ഫംഗ്ഷൻ നെയിം എഴുതാം. റിസീവ് 2 ഫ്ലോട്ടാണ്, 2 ഫ്ലോട്ട് വേണം. ഫ്ലോട്ട് കോമ ഫ്ലോട്ട്, 2 ഫ്ലോട്ട് വേണം. ഇവിടെ സെമിക്കോളൻ. റിട്ടേൺ എ ഫ്ലോട്ട്, ഈ ഫംഗ്ഷൻ എന്ത് തിരിച്ചു നൽകുന്നു? ഒരു ഫ്ലോട്ട് തിരിച്ചു നൽകുന്നു. അപ്പം മുമ്പിൽ ഒരു ഫ്ലോട്ട് ഇട്ട് കൊടുക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ റിസീവ് 3 ഇൻറ്റീജർ ആണ്. മറ്റൊരു ഫംഗ്ഷൻ ആണ് ഫംഗ്ഷൻ 2. 3 ഇൻറ്റീജർ ആണ്. ഇൻറ്റ് കോമ 3 ഇൻറ്റീജർ വേണം. ആൻഡ് റിട്ടേൺ നത്തിങ്, ഒന്നും തിരിച്ചു നൽകുന്നില്ല. സോ ആൻസർ ഈസ് വോയിഡ്. തീർന്നു. വളരെ സിമ്പിൾ സെക്ഷൻ ആണ്. സോ മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്ച്വൽ പാരാമീറ്ററും ഫോർമൽ പാരാമീറ്ററും ഇമ്പോർട്ടൻ്റ് ആണ്.
ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് യൂസ്. എന്താണ് ആദ്യം പാരാമീറ്റർ എന്ന് പറഞ്ഞ സാധനം? എന്താണ് പാരാമീറ്റർ? യെസ്, എന്താണ് പാരാമീറ്റർ? പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുന്ന വാല്യൂസിന് പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. ഞാൻ എൻ്റെ ഫംഗ്ഷനിൽ നിന്നും കോൾഡ് ഫംഗ്ഷനിലേക്ക് പോകുന്ന എലമെന്റ്സിനെ പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. ആർഗ്യുമെന്റ് ഓർ പാരാമീറ്റർ. പാസ് ചെയ്യുന്ന വാല്യൂസിന് പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. അപ്പോൾ വേരിയബിൾ ആവാം, കോൺസ്റ്റന്റ് ആവാം, എക്സ്പ്രഷൻ ആവാം. യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ആവാം, കൊടുക്കുന്ന കോൺസ്റ്റൻസ് ആവാം, കൊടുക്കുന്ന വേരിയബിൾസ് ആവാം. വേരിയബിൾ, കോൺസ്റ്റന്റ്, എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ കോളിംഗ് ഈസ് കോൾഡ് ആക്ച്വൽ പാരാമീറ്റർ. എന്നാൽ വേരിയബിൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഹെഡർ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഈസ് കോൾഡ് ഫോർമൽ പാരാമീറ്റർ. വേരിയബിൾ ആണ്, അതിനെ പറഞ്ഞ പേരാണ് ഫോർമൽ പാരാമീറ്റർ. അപ്പം ആക്ച്വലായി, ഫോർമലായി. യെസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള 4 ഡിഫറൻസ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, ലാസ്റ്റ് വൺ ഈസ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷനെ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ആർഗ്യുമെൻസിൽ ഫോർമൽ പാരാമീറ്ററിൽ വാല്യൂസ് ഉണ്ട് എങ്കിൽ, ഇനീഷ്യൽ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ വാല്യൂസ് ഉണ്ടെങ്കിൽ, വാല്യൂസ് ഉണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് ഫോർമൽ. വാല്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷനെ പറഞ്ഞ പേരാണ് ഫോർമൽ, ഡീഫോൾട്ട് ആർഗ്യുമെന്റ് ഫംഗ്ഷൻ എന്ന് പറയും. നോക്കണം ഒരു വ്യത്യാസം. സി ഔട്ട് സം ഓഫ് 5 എന്ന് പറയുമ്പോൾ 5 മാത്രമേ പാസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വാല്യൂ 5 ആക്കി എടുക്കും. ബീൻ്റെ വാല്യൂ ഞാൻ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ബീൻ്റെ വാല്യൂ 1 ആണ്. സീൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആണ്. അങ്ങനെ ആവുമ്പോൾ ആൻസർ ഈസ് A + B + C ആണ്. 5 + 1 6 ആണ്. 6 + 2 8 ആണ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ 1 2 4 എന്നാണെങ്കിലോ എൻ്റെ വില 1 ആണ്, ബീൻ്റെ വില 2 ആണ്, സീൻ്റെ വില 4 ആണ്. ഞാൻ വാല്യൂ കൊടുത്താൽ ആ വാല്യൂ തന്നെ എടുക്കുക. 1 + 2 + 4 ആൻസർ ഈസ് 7 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റ് ചെയ്യും. 10ഉം 3ഉം കൊടുക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ലാസ്റ്റ് സെക്ഷൻ ഈസ് സ്കോപ്പും ലൈഫും ഓഫ് എ വേരിയബിൾ ആണ്. ഞാൻ എടുക്കുന്ന എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മാത്രമുള്ള, ഒരു ടീമിന് മാത്രമുള്ള ബാച്ചിനുള്ള ക്ലാസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോക്കൽ എന്ന് പറയും. ഈ സ്കോപ്പും ലൈഫിലും ഓർത്ത് വെക്കേണ്ട വാക്കാണ് ലോക്കലും ഗ്ലോബലും. എല്ലാവർക്കും ആക്സസ് ആണെങ്കിൽ ഗ്ലോബൽ, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രം ആക്സസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോക്കൽ. യെസ്, സെറ്റ് അല്ലേ? താങ്ക് യു സോ മച്ച്.